പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരളത്തിലെ തൊഴിലന്വേഷകരായ ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷയോടെ കാണുന്ന സ്ഥാപനം. വിശ്വാസ്യത മുഖമുദ്രയാക്കിയ PSC ഇന്ന് പിൻവാതിൽ സർവീസ് കമ്മീഷനായോ? ഇപ്പോഴത്തെ അന്വേഷണം മുഖം രക്ഷിക്കാനുള്ള തന്ത്രമോ? ഇന്നത്തെ പ്രൈം സ്റ്റോറി. വർഷം തോറും 30,000-ലേറെ പേർക്കാണ് PSC വഴി തൊഴിൽ നൽകുന്നത്. സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു. യാതൊരു സ്വാധീനത്തിനും വഴങ്ങാത്ത, അഴിമതിക്ക് കീഴ്പ്പെടാത്ത സ്ഥാപനം എന്നതായിരുന്നു PSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായിരുന്നു ആ സ്ഥാപനം ഉയർത്തിയ വിശ്വാസ്യത. എന്നാൽ അതെല്ലാം മാറി സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പിൻവാതിലൂടെ നിയമനം നടത്തിയെന്നതിന്റെ പല വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യാബിനറ്റ് കൂടുന്നുണ്ടല്ലോ ബുധനാഴ്ച. ആ കാര്യത്തിൽ ആ തീരുമാനം ബുധനാഴ്ച ഉണ്ടാകും. മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ട് ഞങ്ങളോടെല്ലാം കാര്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. കാരണം കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. PSC വഴി നടത്തുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റായ ആസൂത്രണ ബോർഡിലെ ചീഫ് പോസ്റ്റ്, ഈ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ PSCയെ വിവാദ ചുഴിയിലേക്ക് വലിച്ചിട്ടത്. വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മുഖം രക്ഷിക്കാനായി അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറാൻ ഇന്ന് തീരുമാനിച്ചു. പരീക്ഷയിൽ മാത്രമാണ് തട്ടിപ്പ് നടന്നതെന്ന് കരുതേണ്ട. നിയമന ക്രമക്കേട് ആഭ്യന്തര വിജിലൻസ് സംഘത്തെ കൊണ്ട് അന്വേഷിക്കാൻ കഴിഞ്ഞ യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും PSC ചെയർമാൻ അതും അട്ടിമറിച്ച് പരീക്ഷാ കൺട്രോളറെ ചുമതല ഏൽപ്പിച്ചു. ഈ നടപടിക്കെതിരെ അംഗങ്ങളിൽ നിന്ന് തന്നെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്നത്തെ യോഗത്തിൽ ചെയർമാന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് വിജിലൻസിലേക്ക് അന്വേഷണം പോകുന്നത്. പ്ലാനിംഗ് ബോർഡിന് പുറമെ PRDക്ക് കീഴിലുള്ള അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്കും തട്ടിപ്പ് നടന്നതായി ആരോപണമുണ്ട്. PSC നിയമനത്തിൽ നടത്തിയ രാഷ്ട്രീയ ഇടപെടൽ അംഗീകരിക്കാനാവില്ലെന്നും കഴിഞ്ഞ 10 വർഷത്തെ നിയമനങ്ങളെല്ലാം സർക്കാർ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നും മന്ത്രി OJ ജനീഷ്. സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു അട്ടിമറിയാണ്. ഇൻഫർമേഷൻ അസിസ്റ്റന്റിൻ്റെ നിയമനത്തിനായിട്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത്. PRDയിലെ പ്രിസം ജീവനക്കാർ ഒരിക്കലും അത് സ്ഥിരം ജീവനക്കാരുടെ സ്വഭാവമുള്ള ആളുകളല്ല, മുഴുവൻ സമയം മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ആളുകളുമല്ല. പക്ഷേ അവരെയാണ് പ്രത്യേകമായി അവർക്ക് ഇളവ് വരുത്തി അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെ നൽകി അതിന് PSC കൂടി കൂട്ടുനിന്നാണ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ നിയമനം നൽകിയിട്ടുള്ള വളരെ ക്രമവിരുദ്ധമായിട്ടാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞ ഒരു ഒത്തുകളി ഉണ്ടായിട്ടുണ്ട്. PSCയുടെ അറിവോടുകൂടി PSC കൂടി കൂട്ടുനിന്ന് PSCയുടെ കൂടി നിർദ്ദേശപ്രകാരം PSC ആവശ്യപ്പെട്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി PRD ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് CPMൻ്റെ പല ഉന്നതന്മാർക്കും ഇതിൻ്റെ ഭാഗമായി ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് ഇതുപോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ കൃത്യമായ അന്വേഷണം തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് അഭിപ്രായം. ഇത്രയേറെ ഭദ്രമായി നടത്തുന്ന പരീക്ഷാ പ്രോസസ്സിൽ എങ്ങനെ തട്ടിപ്പ് നടക്കുന്നുവെന്ന് ശുദ്ധാത്മാക്കൾ സംശയിച്ചേക്കാം. പരീക്ഷയിലെ 10 ചോദ്യങ്ങൾക്ക്, നമ്മൾ പറയുന്നത് ഈ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ കാര്യമാണ്, 10 ചോദ്യങ്ങൾക്ക് മാർക്ക് ഇട്ടതേയില്ല. ഉദ്യോഗാർത്ഥികൾ ഉത്തരക്കടലാസിന്റെ പകർപ്പെടുത്തതോടെ ക്രമക്കേട് പുറത്തു വന്നു. ആകെയുള്ള 28 ചോദ്യങ്ങളിൽ 18 എണ്ണത്തിന് മാത്രമേ മാർക്കുള്ളൂ. ഇടാഞ്ഞതല്ല, ആ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിന് കൈമാറിയതേയില്ല. പരാതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെത്തിയപ്പോൾ PSCക്ക് ചെയ്ത തോന്നിവാസം സമ്മതിക്കേണ്ടി വന്നു. എമ്മാതിരി തട്ടിപ്പാണ് നടത്തിയതെന്ന് നോക്കൂ. ഇനി നമ്മൾ അടുത്തത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ തസ്തികയുടെ കാര്യത്തിലേക്കാണ് പോകുന്നത്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയുടെ കാര്യത്തിലേക്ക്. മാധ്യമ പ്രവർത്തനമാണ് ഇതിന്റെ അടിസ്ഥാന മേഖല എന്നതുകൊണ്ട് തന്നെ അടുത്തറിയാവുന്ന പലരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. നിയമ പോരാട്ടം നടത്തുന്നതും കൂടെ ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരേ കാലത്ത് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വനിതയാണ്. മാധ്യമ പ്രവർത്തനത്തിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഈ തസ്തികയിലേക്കുള്ള മാനദണ്ഡം. സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾ നടപ്പാക്കാൻ 2021 സർക്കാർ ഒരു പ്രിസം പാനൽ രൂപീകരിച്ചു. ഇതിലുള്ളവർക്ക് മറ്റു ജോലികളും ചെയ്യാമെന്നായിരുന്നു വ്യവസ്ഥ. അങ്ങനെ അതൊരു കാഷ്വൽ തസ്തികയായി. ഈ കാഷ്വൽ തസ്തിക പ്രവൃത്തി പരിചയമായി കണക്കാക്കാനാവില്ല എന്ന് പറഞ്ഞ PSCക്ക് മുകളിൽ ഈ പോസ്റ്റിന്റെ കാര്യത്തിൽ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ പരീക്ഷയുടെ കാര്യത്തിൽ വലിയ സമ്മർദ്ദമുണ്ടായി.
PRD എല്ലാവർക്കും അസാധാരണ വേഗത്തിൽ ഈ 2 വർഷത്തെ തൊഴിൽ പരിചയത്തിന്റെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് മാറ്റി നൽകി. PSC അത് സ്വീകരിച്ചു. അവരൊക്കെ റാങ്ക് പട്ടികയിലും എത്തി. ഇപ്പോൾ സ്റ്റേ ചെയ്യപ്പെട്ട പട്ടിക കോടതിയുടെ പരിഗണനയിലാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് പട്ടികയിലെത്തിയവർ തൃശങ്കുവിലും. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് പബ്ലിക് സർവീസിന്റെ ഭാഗമായി നിയമിതനായ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ശമ്പളമായി കൊടുക്കുന്നു. ആ ശമ്പളമായി കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഡ്രൈവറുടെ ഭാര്യയെയും സ്വന്തം ആളുകളെയും തിരികെ കയറ്റാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് യുവമോർച്ച കേരളത്തിൽ നേതൃത്വം കൊടുക്കും. PSCയുടെ വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട നടപടികളിലേക്ക് ഗവൺമെന്റ് വരണം. സ്വതന്ത്രമായ അന്വേഷണം നടക്കണം. അത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയും വേണം. അതോടൊപ്പം ഇതിന് ധാർമ്മികതയെല്ലാം ഏറ്റെടുത്ത് കുറ്റക്കാരന്മാരായ കള്ളന്മാരായ PSCയുടെ അംഗങ്ങൾ രാജിവെച്ച് പുറത്തുനിന്ന് അന്വേഷണം നേടണം. PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. കഴിവും യോഗ്യതയുമുള്ള അർഹരായ ആളുകൾ തന്നെ ഓരോ തസ്തികയിലും എത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. അടുപ്പക്കാർക്ക് വീതം വെക്കാനുള്ളത് അല്ല സർക്കാർ ഉദ്യോഗങ്ങൾ. അത് ഉറപ്പാക്കാൻ ഇത്തരം സംവിധാനങ്ങളെല്ലാം ചിലപ്പോൾ അടിമുടി അഴിച്ചു പണിയേണ്ടി വരും.